വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ ദിനം പ്രതി നാട്ടിൽ വർദ്ധിക്കുകയാണ്. വനാതിർത്തിയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷം ഒരു പതിവ് സംഭവം പോലെയാണ് ഇപ്പോൾ. ഇത് ലഘൂകരിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയ പദ്ധതികളിൽ പലതും ഇപ്പോഴും ഫയലിൽ തന്നെയാണ്. കുളത്തൂപ്പുഴ ട്രൈബൽ മേഖലയിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തിലേക്കാണ് 24-ന്റെ ക്യാമറ ഇനി പോകുന്നത്. കുളത്തൂപ്പുഴ പെരുവഴിക്കാലയിലാണ് ഒരു ആദിവാസി സെറ്റിൽമെന്റ് കോളനിയാണ്. വന്യജീവികളുടെ അക്രമം നിരന്തരമായി നേരിടുന്ന മേഖലയാണ് ഈ പെരുവഴിക്കാല. അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പോയി അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാം. കൊല്ലം ജില്ലയിലെ പെരുവഴിക്കാല കാണാൻ അതിസുന്ദരമാണ്. പ്രകൃതി വശ്യത ഓരോ കോണിലും ഒളിപ്പിച്ചിരിക്കുന്നു. മന്ദമരുതിൻ്റെ തഴുകലിൽ പോലും ഈണമിടുന്ന ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങൾ. നമ്മളങ്ങനെ ആദ്യ സെറ്റിൽമെൻറ്റ് പ്രദേശമായ കൊളംബിയിലാണ് എത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന് പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. പക്ഷേ ഈ കൗതുകം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ആൾക്കാരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം തടയാൻ 2021 വനം വകുപ്പ് പ്രത്യേക പദ്ധതി ഇവിടെ തയ്യാറാക്കിയത്. 620 കോടി രൂപയുടേതായിരുന്നു പദ്ധതി. പക്ഷേ പദ്ധതി എവിടെയെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ഉത്തരമില്ല. കേന്ദ്ര സഹായത്തിനായും പദ്ധതി സമർപ്പിച്ചു. 200 കോടി രൂപ ഇതിൽ അനുവദിച്ചു. അതിൻ്റെ 54% മാത്രമാണ് വനം വകുപ്പിൽ എത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നിരന്തരമുണ്ടാകുന്ന വന്യജീവി സംഘർഷം ഇന്ന് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു. കാട്ടുമൃഗത്തിൻ്റെ ശല്യം കാരണം ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സ്കൂളോ അംഗനവാടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് മക്കളെ പഠിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക്. ഭീതിയോട് മാത്രമേ ഇവിടുത്തുകാർക്ക് ഉറങ്ങാൻ കഴിയുന്നുള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചെത്തും വരെ മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. ജീവന് ഭീഷണി തന്നെയാണ്. കാര്യം നമ്മൾ പോയി വരവാണ് ബുദ്ധിമുട്ട്. കാര്യം രാത്രി കാലങ്ങളിൽ നമുക്ക് എന്തായാലും ഇതിനകത്ത് കിടക്കുന്നിടത്തോളം കാലം നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലായാലും എന്തായാലും കുളത്തൂപ്പുഴയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ളൊരു ഇതില്ല. കടലിൽ കളഞ്ഞ കല്ലിനും കാട്ടിൽ കെട്ടിയ വേലിക്കും വേണ്ടി ചിലവാക്കിയെന്ന് പറയുന്ന പണത്തിന് യാതൊരു കണക്കും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഇതൊന്നും അതത് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഉതകുന്നത് ആയിരുന്നില്ല. പ്രകൃതി കൂടുതൽ മനോഹാരിതയാണ് ഈ കുളത്തൂപ്പുഴ വനമേഖലയിൽ. പക്ഷേ ഇവിടെ ജീവിക്കുന്നവരുടെ ജീവിതം അത്ര മനോഹരമല്ല. നിരന്തരമായി വന്യജീവികളുമായി സംഘർഷത്തിലാണ് ഇവിടുത്തെ ജനത. ഈ ജനതയ്ക്ക് ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24 കുളത്തൂപ്പുഴ. ഭീതിയോടുകൂടിയാണ് കഴിയുന്നതെന്നാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചെത്തുന്നതുവരെ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ആനയുടെ രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് അത്യാവശ്യം ഒരു ആശുപത്രി കേസ് ഇട്ട് വന്നാലും നമുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ആനയെ കാണാറുണ്ട്. അതിനെ ഓട്ടിക്കുമ്പോൾ മാത്രമേ നമ്മളെ തിരിച്ച് ഓട്ടിക്കുകയുള്ളൂ. വേറൊരു കുഴപ്പമില്ല. പേടിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അത് ഭയങ്കര ശല്യമാണ്. എന്തായാലും നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോയാലല്ലേ പറ്റും.